ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +2 ഹിസ്റ്ററിയിലെ 4ാമത്തെ പ്രമേയമായിട്ടുള്ള ചിന്തകർ, വിശ്വാസങ്ങൾ, നിർമ്മാണങ്ങൾ എന്നുള്ള തീമിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നും ഈ തവണ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ജൈന ബുദ്ധ മതങ്ങളെക്കുറിച്ചും അതിലെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. അപ്പോൾ നമുക്ക് ജൈനമത തത്വങ്ങൾ എന്തൊക്കെയും അതുപോലെ തന്നെ ബുദ്ധമത തത്വങ്ങൾ എന്തൊക്കെയെന്നൊക്കെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജൈനമത തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കൾക്കും ജീവനും ആത്മാവുമുണ്ട്, അഹിംസയാണ് കേന്ദ്ര തത്വം, പരമമായിട്ടുള്ള ലക്ഷ്യം മോക്ഷം കൈവരിക്കലാണ്, മോക്ഷം അഥവാ നിർവഹണം, ജനനം പുനർജനനം എന്നിവയിൽ നിന്നുള്ള മോചനമാണ്. നിർവഹണം എന്നുള്ളത് ജനനം പുനർജനനം എന്നിവയിൽ നിന്നുള്ള മോചനമാണ്. മോക്ഷം അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 രത്നാസ് ഉണ്ട്. 3 രത്നാസ് ടു അറ്റൈൻ മോക്ഷാസ്. അവ ഏതൊക്കെ? റൈറ്റ് നോളജ്, ശരിയായ അറിവ്; റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവൃത്തി; ദെൻ റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസം. ഇതാണ് ജൈനമത തത്വങ്ങൾ. അതായത് എല്ലാ വസ്തുക്കൾക്കും ജീവനും ആത്മാവുമുണ്ട്, അഹിംസയാണ് കേന്ദ്രതത്വം, പരമമായിട്ടുള്ള ലക്ഷ്യം മോക്ഷം കൈവരിക്കലാണ്, മോക്ഷം അഥവാ നിർവ്വാണം, ജനനം പുനർജനനം എന്നിവയിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം എന്നുള്ളത് കൊണ്ട്. മോക്ഷം അറ്റൈൻ ചെയ്യുന്നതിന് ടു അറ്റൈൻ മോക്ഷ എന്തൊക്കെ വേണം? 3 കാര്യങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ശരിയായ അറിവ്, റൈറ്റ് നോളജ്; ശരിയായ പ്രവൃത്തി, റൈറ്റ് ആക്ഷൻസ്; ആൻഡ് ശരിയായ വിശ്വാസമാണ്. ഇനി ബുദ്ധമത തത്വങ്ങൾ 4 സത്യങ്ങൾ, 4 ആദ്യസത്യങ്ങളാണ് ബുദ്ധമത തത്വങ്ങളിലുള്ളത്. ലോകം ദുഃഖമാണ് അല്ലേ? ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹമാണ്. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ ദുഃഖം ഇല്ലാതാവും. ദുഃഖം ഇല്ലാതാക്കാൻ അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക. ഈ 4 ആദ്യസത്യങ്ങളാണ് പറയുന്നത്. ലോകം എന്നുള്ളത് ഫുൾ ഓഫ് സോറോസാണ്. ഈ ബേസിക് സോറോയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളില്ലാതാക്കിയാൽ നമ്മുടെ ദുഃഖങ്ങളില്ലാതാവും. ദുഃഖം ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അഷ്ടാംഗമാർഗ അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. അഷ്ടാംഗമാർഗം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി. ഓക്കെ, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ ഓർമ്മ, ശരിയായ വീക്ഷണം, ശരിയായ തീരുമാനം, ശരിയായ ധ്യാനം. ഇതാണ് അഷ്ടാംഗമാർഗ അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗ എന്ന് പറയുന്നത്. ആർഭാട ജീവിതത്തിൻ്റെയും സന്യാസ ജീവിതത്തിൻ്റെയും ഇടയിലുള്ള മധ്യമാർഗ്ഗമാണ്. ഫുള്ളായിട്ട് സന്യാസത്തിലേക്ക് പോകണമെന്നല്ല, ഫുള്ളായിട്ട് ആർഭാടത്തിലേക്ക് പോകണമെന്നല്ല, അതിൻ്റെ ഇടയിലുള്ള മധ്യമാർഗ്ഗമാണ് ബുദ്ധൻ ജനങ്ങളോട് ഉപദേശിച്ചിട്ടുള്ളത്. ഇനി സ്തൂപങ്ങൾ. ബുദ്ധചരിത്രങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്തൂപങ്ങൾ. ബുദ്ധൻ്റെ ശരീരാവശിഷ്ടങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവയൊക്കെ അടക്കം ചെയ്തിട്ടുള്ള വിശുദ്ധ സ്ഥലങ്ങളാണ് സ്തൂപാസ് അല്ലെങ്കിൽ സ്തൂപങ്ങൾ എന്ന് പറയപ്പെടുന്നത്. കല്ലുകൊണ്ടോ ഇഷ്ടികൾ കൊണ്ടോ ആണ് സ്തൂപങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യകാലത്ത് അർദ്ധവൃത്താകൃതിയിലുള്ള മൺമേടുകൾ, ഇങ്ങനെയുള്ള മൺമേടുകളായിരുന്നു സ്തൂപാസ്. പിന്നീട് സങ്കീർണ ഘടകങ്ങളായിട്ട് ധാർമ്മിക അഥവാ ശ്രീകോവിലാണ് പ്രധാന സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ശ്രീകോവിലാണ് പ്രധാന. ധാർമ്മികയിൽ നിന്നൊരു കൊടിമരം, ഇങ്ങനെ ഒരു എഷ്ട അല്ലെങ്കിൽ എഷ്ടി എന്നുള്ള രീതിയിലൊരു കൊടിമരം ഉണ്ടാവും. അതിനെ എഷ്ടി എന്ന ധാർമ്മിക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ശ്രീകോവിലാണ്. അതിൻ്റെ പുറമേയുള്ള കാണുന്ന കൊടിമരത്തെയാണ് എഷ്ടി എന്നുള്ളത് പറയപ്പെടുന്നത്. ദെൻ മഹായാന ബുദ്ധമതത്തെക്കുറിച്ച് പറയുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മഹായാന. ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് മഹായാന ബുദ്ധിസം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. 4ാം ബുദ്ധമത സമ്മേളനം 4th ബുദ്ധിസ്റ്റ് കോൺക്ലേവിൽ വെച്ചാണ് ബുദ്ധമതം 2ആയിട്ട് പിളർന്നത്. അതായത് ഹീനയാനം എന്നുള്ളതും മഹായാനം എന്നുള്ളത്. ഹീനയാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വാഹനം എന്നാണ്. മഹായാനം എന്ന് പറഞ്ഞാൽ വലിയ വാഹനം എന്നുള്ളതാണ്. മഹായാനക്കാർ വിഗ്രഹ ആരാധനക്കാരായിരുന്നു. ബോധിസത്വ സങ്കല്പത്തിൽ വിശ്വസിച്ചു. മഹായാനക്കാരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് സംസ്കൃത ഭാഷ ഉപയോഗിച്ചു. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്, വിഗ്രഹാരാധനകളെ എതിർത്ത ആൾക്കാരാണ് ഹീനയാനക്കാർ. അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജിലാണ് അവർ ആശയങ്ങളെ പ്രചരിപ്പിച്ചത് എന്നുള്ളത്. ഭക്തിചിന്ത മുഖ്യ സവിശേഷതയായിരുന്നു ഹീനയാനത്തിലെ. ദെൻ സാഞ്ചിയിലെയും അമരാവതിയിലെയും സ്തൂപങ്ങളെക്കുറിച്ച് പറയുന്നത്. 1818 സാഞ്ചി സ്തൂപം കണ്ടെത്തിയത് 1818 സ്തൂപത്തെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഭോപ്പാലിലെ ഭരണാധികാരിയായിട്ടുള്ള
സുൽത്താൻ ഷാജഹാൻ ബീഗവും ജഹാൻ ബീഗവുമാണ്. സാഞ്ചി സ്തൂപം നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ASIൻ്റെ സംരക്ഷണത്തിലാണ്. അമരാവതി സ്തൂപം ആദ്യമായി അത് കണ്ടെത്തിയിട്ടുള്ളത് കോളിൻ മെക്കിൻസ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു. കമ്മീഷണറായിട്ടുള്ള വാൾട്ടർ എലിയറ്റാണ് സ്തൂപത്തിൻ്റെ ശിലാപാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ഇത് എലിയറ്റ് മാർബിൾ എന്നറിയപ്പെടുന്നു. ഭരണാധികാരികളുടെ അശ്രദ്ധ മൂലം അമരാവതിയിലെ സ്തൂപം അത് സാഞ്ചി സ്തൂപം പോലെ സംരക്ഷിക്കപ്പെടാതെ കഴിഞ്ഞു എന്നുള്ളത്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും സംശയം വീഡിയോക്ക് താഴെ ചോദിക്കുക. ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ആഡ് ആവാൻ 9562 654 789 എന്നുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.